പേഷ്യൻസിന് ഓരോ നിങ്ങൾ വിടും. അതാ വരുന്നുണ്ടല്ലോ. നമസ്കാരം സർ. ഇരിക്ക്. ഞാനങ്ങനെ ഇരിക്കാറില്ല മൂത്തവരുടെ മുമ്പിൽ. ശരി. പറയൂ എന്താണ് പ്രശ്നം? സാറേ, എന്റെ പേര് ശ്രീകുട്ടി എന്നാണ്. നല്ല കുട്ടിയാണല്ലോ. പറയൂ. ഞാനൊരു ഉത്തമയായ കുടുംബിനിയാണ്. അങ്ങനെയുള്ളവരാണ് നമുക്ക് ആവശ്യം. പറഞ്ഞോളൂ സാറേ. ഞാനും 10 വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. ലവ് മാരേജ്? അതെ സാർ. അതെ. ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ മാറിക്കൊടുത്താലേ ഹസ് കഴിക്കുള്ളൂ. ഹസ് വരുത്തന്നാലേ എനിക്ക് ഇറങ്ങുള്ളൂ. അത് കുഴപ്പമുണ്ടോ സാർ? ഇല്ല, അതൊന്നും പ്രശ്നം. ചിലങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാരി കൊടുത്തോണ്ട് സാറേ. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോഴേ എനിക്ക് ഹസ് ഇല്ലാണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും. ഒറ്റയ്ക്ക് പോകാനുള്ള ഹസ്സിനും അങ്ങനെ തന്നെയാണ്. അത് പ്രശ്നമൊന്നുമല്ല. അതൊന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ ദാമ്പത്യത്തിൽ വരണ്ടേ. ഞങ്ങള് രാത്രി ഉറങ്ങാൻ നേരത്തെ ഈ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് എത്ര പണക്കാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊന്നും ഒരു പ്രശ്നമല്ല. അത് കിട്ടാനാ. അതെ. അപ്പൊ സാറേ, ഒരു 2 മാസം മുന്നെയാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ജോസ് ചായ വന്ന് താമസിച്ചത്. അതെ. അപ്പൊ ഈ ജോസ് ചായന് ഗ്യാസിന്റെ ഇതാണ്, ഏജന്റാണ്. ജോസ് ഗ്യാസ് ആണ്. അതെ, ഗ്യാസിന്റെ. അപ്പൊ ഒരു ദിവസം എന്റെ വീട്ടില് ചേട്ടൻ ജോലിക്ക് പോയ സമയത്ത് ഗ്യാസ് കഴിഞ്ഞു. പോയ സമയത്ത് ഗ്യാസ് കഴിഞ്ഞു സാർ. അപ്പൊ പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യണം? അപ്പൊ ഞാൻ നോക്കിയപ്പോ ജോസ് ചാൻ അപ്പൊ ഞാൻ അപ്പോഴേക്ക് ജോസ് ചാൻ വന്നിട്ട് അത് ഗ്യാസ് എനിക്ക് ഫിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ആയപ്പോ ജോസ് ചാൻ രാവിലെ വീട്ടിൽ വന്നു. ഗ്യാസ് അതെ വന്നു. ഹസ്സില്ലായിരുന്നു സാർ. അപ്പൊ ജോസ് ചാൻ പറഞ്ഞു ഗ്യാസ് ഫിറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു. അതെ. ജോസ് ചാൻ മറന്നുപോയി സാർ. അപ്പൊ ഞാനത് ഓർമ്മിപ്പിച്ചു. ചായ ഇന്നലെ ഫിറ്റ് ചെയ്താണ്, അപ്പൊ ഗ്യാസ് ഇപ്പൊ ഇന്ന് വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ജോസ് ചാൻ ഓക്കേന്ന് പറഞ്ഞു പോയി സാർ. എനിക്ക് അങ്ങോട്ട് കണ്ടപ്പോ ഉണ്ടല്ലോ സാറേ, നെഞ്ചിലൊരു വന്നിട്ടേ ഒന്ന് ചെയ്യാണ്ട് പോയല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു സാറേ, ഒരു പണിക്ക് വന്ന ആളെ നിരാശപ്പെടുത്തി സാറേ. ഞാൻ പോയിട്ട് ഗ്യാസ് നിറച്ച് ഞങ്ങളുടെ ഫിറ്റ് ചെയ്ത സിലിണ്ടർ ഞാൻ മാറ്റി വെച്ചു സാറേ. എന്നിട്ട് ഇല്ലാത്തതിൽ ഒന്ന് ഫിറ്റ് ചെയ്ത് അതെ ഫിറ്റ് ചെയ്ത് പോയി സാറേ. അപ്പൊ എനിക്കൊരു സന്തോഷം, സന്തോഷം. അതിങ്ങനെ ഞങ്ങളിങ്ങനെ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഗ്യാസ് തീരുമ്പോ ഈ ചായ വന്ന് ഫിറ്റ് ചെയ്ത് തരും. എങ്ങനെയായിരുന്നു സാറേ? പക്ഷെ പ്രശ്നം അതല്ല സാർ. ഒരു ദിവസം എൻ്റെ ഹസ് പറഞ്ഞു ഞങ്ങളെ സെക്കൻഡ് ഹണിമൂൺ ആഘോഷിക്കാന്നുള്ളൊരു പ്ലാനില് ഞങ്ങളിങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്ത കറക്റ്റ് സമയത്ത് ഹസ്സിന് ഒരു വേറെ പോണ്ടി വന്നു. അപ്പൊ ഇനി ഞാൻ ആകെ വിഷമായി. അപ്പൊ ജോസ് ചാൻ പറഞ്ഞു നീ ഇപ്പൊ വിഷമിക്കണ്ട, ഞാൻ നിന്നെ ഈ ഊട്ടി കൊടൈക്കനാലൊക്കെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. അത് കുഴപ്പമൊന്നുമല്ലോ. അതെ. അപ്പൊ എന്നോട് പറഞ്ഞു എന്നെ കൊണ്ട് കാണിക്കാൻ. അങ്ങനെ 2 ദിവസത്തെ ഊട്ടി കൊടൈക്കനാലൊക്കെ ജോസ് ചാൻ എന്നെ അവിടെയൊക്കെ കൊണ്ട് കാണിച്ചു. പോയത് പക്ഷെ വന്നപ്പോ ഒരു ദിവസം കൂടിപ്പോയി സാർ. അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേ അതെ അങ്ങനെയായി. 3-ാം ദിവസം ഇവിടെ വീട്ടിൽ വന്നു സാർ. വന്നു കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ ഹസ്ബൻഡിനോട് മിണ്ടുന്നില്ല. എന്താന്നുള്ള എന്റെ മുഖത്ത് നോക്കുന്നില്ല, എനിക്ക് ചോറ് വാരത്തരുന്നില്ല, മിണ്ടുന്നില്ല. ഞാനെന്താ വേണ്ടത്? അല്ല, ഇതിപ്പോ ഒരു കുഴപ്പമാണോ സാറേ? ഒരു കുഴപ്പമില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്ത് മറ്റൊരാൾ നമ്മളെ കൊണ്ടേ സ്ഥലങ്ങൾ കാണിച്ചു സാറേ. ഈ പറഞ്ഞത് ഒന്നും ഒരു സർട്ടിഫിക്കറ്റ് ആക്കിയിട്ട് എനിക്കൊന്ന് തരും, എന്റെ ഹസ്സിനൊന്ന് കാണിക്കാനാ. അതല്ല പ്രശ്നം. നമ്മളിപ്പോ ഇനിയും കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതെവിടെ? കാശ്മീരൊക്കെ നല്ലതാണ്. കാശ്മീരൊക്കെ നല്ല ബെസ്റ്റ് സ്ഥലമാണ്. ഞാൻ പറഞ്ഞത് കാശ്മീരും കൂടി പോയി കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നായിരിക്കും നല്ലത്. പോകുമ്പൊരു കാര്യമാണ്, നല്ല തണുപ്പാണ്, പൊടിഞ്ഞ തണുപ്പാ, വിറച്ചു നമ്മൾ തുള്ളിപ്പോ. ആ സ്ഥാനത്ത് നാളെ സെക്ടറും കൊണ്ട് പോകണം. എന്റെ സെക്ടർ ഉണ്ട് സാർ. ജോസിന്റെ അടുത്ത് ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്റെ അടുത്തുണ്ട് സെക്ടർ. എന്നെ വിളിച്ചാലും മതി. അല്ല, ജോസിന്റെ അടുത്ത് സെക്ടർ ഇല്ലെങ്കിൽ എന്റെ സെക്ടർ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും സാർ? ഞാൻ വിളിച്ചു പറയാം. ഞാൻ നമ്പർ തരാം. അപ്പൊ എന്നൊന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഈ നമ്പറിൽ ഒന്ന് വിളിക്കുമ്പോൾ വന്ന ഉടനെ എന്നെ വിളിച്ചേക്കണം കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ തരുകയും ചെയ്യാം. നിങ്ങൾക്ക് പോയി വന്നതിന് ശേഷം ഇതിൽ വിളിച്ചാൽ മതി സാർ. എപ്പോ സാറെ വിളിക്കണ്ടേ? എപ്പോ വന്നിട്ട് വിളിച്ചാൽ മതി. പോയിട്ട് വാ. പിന്നെ കാശ്മീർ തന്നെ പോകും കേട്ടോ. ശരി സാർ. താങ്ക് യു സാർ. പോയിട്ട് വാ.
അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇന്നലെ മുതൽ ഈ കൈക്ക് അങ്ങ് ഭയങ്കര വേദന, എന്തോന്ന് അറിയാൻ വയ്യ. അയ്യോ, ചുമ്മാതല്ല, പുതിയ ചെയിൻ. സ്വർണത്തിന് വില കൂടിയിരിക്കുന്ന സമയത്ത് ചെയിൻ വേണ്ടെന്ന് ഞാൻ ചേട്ടനോട് ആവുന്ന പറഞ്ഞത്. അയ്യോ, ചേട്ടനപ്പോ ഒരേ നിർബന്ധം, എന്റെ കയ്യിലൊരു ചെയിൻ വേണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കയ്യിരുന്ന് എന്തിയേ? ഓ, ഞാൻ പറഞ്ഞു ശ്രദ്ധയില്ല, ഒട്ടും ശ്രദ്ധയില്ല. ഇപ്പൊ എന്തോ ചെയ്യാനാന്ന് പറയുന്നത്. അയ്യോ, കാലിടിച്ചു കൊണ്ട് വീണു. ഇവിടെ വേണ്ട സാരി, ഞങ്ങളെല്ലാം കടയിൽ പോയി എടുത്തോളാം. ശബ്ദം കേട്ടത് എന്തോ അറിയത്തില്ല കേട്ടോ. എന്റെ കയ്യിൽ നിന്നെല്ലാം അങ്ങ് പോകും. ആദ്യം തൂത്തോണ്ടിരിക്കുവായിരുന്നു, ചപ്പോരി അങ്ങ് തെറിച്ചു പോയി. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കാലിടിച്ചു. പിന്നെ ഇവിടെ വന്നപ്പോ ഇതും അങ്ങ് പോയി. കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം എത്ര തവണ ഞാൻ പറയുന്ന കൊച്ചേ. നീ എവിടെല്ലാം പോയി മടഞ്ഞടിച്ചു കൊണ്ട് നിന്നെ നടുവടിഞ്ഞ് കിടന്നാൽ നിന്നെ നോക്കി എനിക്ക് ഇരിക്കാൻ പറ്റുമോ? എനിക്ക് വലിപ്പ കിടന്ന് ഇളകട്ടായോ? അല്ല, നിന്നെ നോക്കി എനിക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. കണ്ടോക്കെ എന്റെ പൊന്നുമോള് നടക്കാവൂ. നീ മാത്രമേ ഉള്ളൂ എനിക്ക്. കൈക്കൊരു വേദനയൊക്കെ ഉണ്ട്. 3.5 പവന്റെ ആയിരിക്കും ഇല്ലയോ? 2 ലക്ഷം രൂപ ചെലവാക്കിയതാ ഞാൻ. ഈ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും തീർന്നുണ്ട്. എന്റെ പൊന്നുമോടെ കൈ എപ്പോഴും ഭാഗത്തിന്റെ പിടി പോലെ ചുമ്മാ പൊന്നുമോള് സൂടിച്ച് കണ്ടോക്കെ അത് ചെയ്യാവൂ. ചേട്ടനെ ഇവിടെ ഇരിക്കും, ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരാവേ. ബാത്റൂമിൽ പോയി തെറ്റി വീഴല്ല. ഇല്ല, വീണെനിക്ക് അറിയാലോ. അറിയാം. കീർത്തനം നടക്കാൻ മുട്ടിങ്ക ഭാരമാണ്. കണ്ടോക്കെ പോകാവൂ കേട്ടോ. ഓ, ഞാനേ ഒരു ചെറിയൊരു ഗുമസ്തൻ ജോലിയാണേ. എനിക്ക് കിട്ടുന്ന ചില്ലറ പൈസ ഉണ്ട്. ഇവളെന്നും പറയും എന്തെങ്കിലുമൊക്കെ ഒരു പൊന്നു വേണം വേണമെന്ന് പറയും. അപ്പൊ ഞാനിങ്ങനെ സ്വരുക്കുട്ടി വെച്ചിട്ട് ഒരു 3.5 പവന്റെ ഒരു കൈച്ചേരി മാറ്റി കൊടുക്കും. ഒരു ശ്രദ്ധയില്ല. എപ്പോഴും ഇതിങ്ങനെ കാണിച്ച് വേറെ ശ്രദ്ധയിലൊന്നും ഇങ്ങനെ നടക്കുവാകട്ടെ. അയ്യോ, ആടാ പത്രം ഈ സമയത്താണ് വരുന്നത്. ഇവൻ വീട്ടിൽ ഇരുന്ന് എഴുതി ഉണ്ടാക്കുമായിരുന്നു ഈ പത്രം. ഇത്ര നാൾ എന്താ സംസ്ഥാനത്ത് മഴ കെടുത്തി. തീയതി കെടുത്തുന്നത് സംസ്ഥാനത്ത് മഴക്കെടുതി. അംഗൻവാടികളില് ഇപ്പോൾ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും റെഡിയാക്കി കൊച്ചുകുട്ടികൾ വീട്ടിൽ ചെന്നിട്ട് അച്ഛനമ്മമാരോട് വരക്ക് വീട്ടിൽ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് പാമ്പിടിച്ച് വീട്ടുകാരൊക്കെ എന്ത് ചെയ്യും? പിന്നെ അവർ അജ്ഞാതനെ അണ്ണാ മുറ്റത്ത് നിന്ന് ചക്ക വേണം തോന്നുന്ന ഒന്ന് പെരക്കാത്തോടെ എടുത്തിട്ടേക്കണേ. ആ ചക്ക അടിഞ്ഞായിരുന്നില്ല. ആ ചക്ക വീണെങ്കിൽ പിളിച്ചു പോയി. ചെറിയൊരു കയ്യബദ്ധം പറ്റിയതാമേ. എടി, ഈ പെണ്ണ് എന്തോ പെണ്ണാടി. കുളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നീ എന്നിട്ട് അരകല്ല് വെച്ച് കത്തിയിട്ട് രാകുവാന്നോ? അയ്യോ, ഞാൻ കത്തിരാകിയല്ല. പിന്നെ അല്ലല്ല, എന്റെ കാല് തേച്ച് കുറച്ചതാ. ആ, ശരിക്കും തേച്ചിറക്കി. ഇവിടെ കാലിൽ ഉപ്പൂറ്റി കാണട്ടെ. ഇന്റർലോക്ക് ഇട്ട് വെച്ചേക്കത്തെ പോലെ പെണ്ണ് വെന്റ് വയ്ക്കുക. കുളിച്ചു കഴിഞ്ഞില്ലയോ കുഞ്ഞേ? കുളിച്ചു കഴിഞ്ഞില്ലയോ കുഞ്ഞേ? അല്ലൊക്കെ ശരിക്ക് തോർത്ത്. അല്ലൊക്കെ ശരിക്ക് തോർത്ത്. അല്ലെങ്കിൽ വെള്ളമൊക്കെ തോർത്തുകൊണ്ട് മുറ്റത്തങ്ങനെ വിടും. ആ, തോർത്തിന്റെ കാര്യം ഒന്നും പറയാതിരിക്കുവാ ഭേദം. കൊണ്ടു ഇടാൻ പറ്റത്തില്ല. പെരുമഴത്ത് ഞാൻ എങ്ങനെ കൊണ്ടിടാനാ? ഇതാണോ ഒരു തോർത്ത്? തോർത്തിന്റെ കോലം ഒന്ന് കാണണം. ഞാൻ അപ്പോഴേ പറഞ്ഞ നല്ലൊരു ടർക്കി മേടിച്ചിട്ടോ എടുത്തോണ്ട് പറഞ്ഞേന്ന്. ഇതൊന്നും വെള്ളം പോകത്തില്ലെന്ന് തലേന്ന്. വെള്ളം പോകത്തില്ല നിങ്ങളോട് പറഞ്ഞില്ലോ ടർക്കി മേടിച്ചാലോ. നല്ല മണം ചന്ദ്രികയുടെ അതേ വേണം. ചന്ദ്രികേടാണ് സോപ്പിന്റെ അതേ മണം. നല്ല മണം നീ കുളിച്ചത്. അങ്ങനെ സമയം ഇത്രയായിട്ട് നമ്മുടെ അപ്പുണ്ണിയെ കാണുന്നില്ലല്ലോ. അപ്പുണ്ണിയോ? അപ്പുറത്തെ ചെറുക്കന് 40 വയസ്സുണ്ട് അപ്പുണ്ണി. ഇപ്പോഴും പിള്ളേരോട് ക്രിക്കറ്റ് കളിച്ച് ചാടി നടക്കുക. ഒരു ഉപകാരിയാട്ടോ. സത്യം പറഞ്ഞ അവന് എപ്പോഴും ഇവിടെ വരുന്നത് കൊണ്ടാണ് എനിക്കൊരു വിശ്വാസം. ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോകുന്നതൊക്കെ. നീ കുളിക്കാനൊക്കെ കടവിൽ പോകുമ്പോഴേ അപ്പുണ്ണി നിന്റെ കൂടെ പിന്നെ വരുമല്ലോ. പിന്നെ ഞാൻ അങ്ങോട്ട് നീന്തി തുടിക്കുമ്പോഴത്തേക്ക് അവൻ അലക്കാനുള്ള തുണി എല്ലാം അലക്കി പുല്ലും പുറത്തിട്ട് വിരിച്ച് അഥവാ ഉണങ്ങി എനിക്ക് ഊതി ഉടക്കും. പിന്നില്ലയോ? അടിക്കുന്നു ചെറുക്കനെ എന്തെങ്കിലും പറഞ്ഞു വിടാമെങ്കിൽ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇയാളെ ഒരു കാര്യം പറഞ്ഞു മീശ പിടിച്ച് വരയ്ക്കും കേട്ടോ. എന്താ അപ്പുണ്ണി വാതൊന്നും പറയാതെ പോയി കളഞ്ഞത്? എൻട്രിക്കുള്ള ഡയലോഗ് ആ പാത്രത്തിനകത്ത് അടച്ചു വെച്ചേക്കായിരിക്കും. അത് വറക്കാൻ പറ്റത്തില്ല. അതാ മിണ്ടാതെ പോയത് അവനെ. എന്നാലും എന്തോ ഒരു ചമ്മനക്കുറിയൊക്കെ ഉണ്ട്. പ്രത്യേകത ഉണ്ടെന്നല്ലോ. എന്നാലും മിണ്ടാതെ മൈൻഡ് ചെയ്യാതെ ഒരു പാത്രമൊക്കെ ആയിട്ട് പോയത് എന്തോ സംഭവം? നീ ഇരുന്ന് നീയും ചേച്ചിയൊക്കെ ആയി എന്തോ സംഭവം വെച്ചാൽ നീ ഇന്നലെ വന്ന് എന്റെ മൊബൈൽ എടുത്ത് അതിനകത്ത് ചാർജ് മൊത്തവും കളഞ്ഞിട്ട് അതും ഇതും ഗെയിം
ഒക്കെ കളിച്ചു ഉള്ള പൈസ എല്ലാം കളഞ്ഞ എന്റെ മൊബൈലിൽ അന്നെ മൊബൈൽ മൊബൈൽ ഉപയോഗിക്കില്ലേ സമയം കളയാൻ ഇതുപോലെ നശിച്ച സാധനം ഞാനിത് കളയാനിരിക്കുക ഞാൻ എനിക്ക് മൊബൈൽ കളയാനിരിക്കുന്നല്ലേ പറഞ്ഞേ പിന്നെ അത്രയുള്ള സാധനം ഡിലീറ്റ് ചെയ്ത് കളയാനിരിക്കുക ഞാനിത് ഈ പായസം ഇവിടുന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് തന്നില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയില്ല പായസം. എന്താ പറയുക ഇത് എവിടുന്നാണ് ഈ പായസം? ഇത് വീട്ടിൽ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി? ശർക്കര അരിയും കൂടെ ഇളക്കി ഉണ്ടാക്കി. അതല്ലെന്ന് പിന്നെ എന്തുകൊണ്ട് ഉണ്ടാക്കി എന്നുള്ള എന്താ വിശേഷം എന്തോ എന്നുള്ളത്. എന്റെ ബെഡ് എന്റെ ബെഡ് ഇവന്റെ ബർത്ത്ഡേ ആണെന്ന് കൈ കൊണ്ട് തന്നെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ യു ടു. ഹാപ്പി ബർത്ത്ഡേ യു ടു. ഹാപ്പി ബർത്ത്ഡേ യു ടു. യൂട്യൂബ് അല്ല ഇൻസ്റ്റാഗ്രാം. എന്തോ മനുഷ്യ നിങ്ങൾ ഈ പറയുന്നത്? ഹാപ്പി ബർത്ത്ഡേ യൂട്യൂബ് വെച്ചിട്ട് പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അവന്റെ അത് നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ടോ? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ പോകരുത്. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. മലയാളത്തിൽ പറയാം. ആദ്യം പറഞ്ഞ ഇങ്ങനെയുള്ളപ്പോ ഞാൻ ഇങ്ങോട്ട് വരാത്ത കാര്യം എന്താണെന്നറിയാം? എന്താ? ഇങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചിട്ടാണ്. നീ പെരുമാളാട്ട ഞാൻ പറയല്ല. നിനക്ക് എന്റെ ജന്മദിനാശുഖങ്ങൾ. അതും തെറ്റിച്ചു. വലിയ ഗുമസ്തനാന്ന് പറഞ്ഞോണ്ട് നടക്കുക. പറഞ്ഞത് മൊത്തം തെറ്റാ. കോടതി പോയില്ലായിരുന്നു. ഇല്ല, കോടതിയിൽ ഇന്ന് പ്രോസിക്യൂഷൻ അവധിയായിരുന്നു. പ്രോസിക്യൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടറല്ലേ? പോട്ടി സ്കൂട്ടർ. അവള് ഈ ഗോവ വക്കീലിലൂടെ തന്നെ ഗോവൻ വക്കീൽ ഇവിടെ ഇല്ല. വക്കീൽ ലീവ് എടുത്തിട്ട് ഉഗാണ്ടെ പോയേക്കുവാ. ഈ പ്രോസിക്യൂഷൻ പേടിച്ചിട്ടായിരിക്കും ഇതല്ലേ വേറൊരു വക്കീലാ എന്റെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. ആ വക്കീൽ പിപിയാ. വക്കീലിനെ എങ്ങനെ എടുത്ത് വെച്ച് ഊതിയാ പി പി സൗണ്ട് കേൾക്കും? അങ്ങനെ പി പി സൗണ്ട് കേൾക്കുന്നില്ല. പിന്നെ ഏതാ മറ്റേ പബ്ലിക് പ്രോസിക്യൂട്ടർ. പബ്ലിക് പ്രോസിക്യൂട്ടർ. ഇങ്ങനെ എന്നെ കൂടെ തെറ്റിക്കും. അങ്ങോട്ട് ഇംഗ്ലീഷ് മിണ്ടണ്ട. ബർത്ത്ഡേ ആയിട്ട് നമുക്കൊന്നും ഇല്ലയോ? എത്രയായിട്ട് എനിക്ക് പോലും ഒന്നുമില്ലേ. കേക്കൊന്നും മാറ്റില്ലോടാ. കേക്കൊന്നുമില്ലെന്ന് ആകെ നമുക്ക് ഒന്നാമത്തെ കാര്യം വീട്ടിൽ ഈ ചോറ് വെക്കാൻ പോലും അരിയില്ലാഞ്ഞിട്ടുണ്ടല്ലോ. കഴിച്ചാൽ തികയില്ല. അതുകൊണ്ട് അമ്മ ഒരേ അരിയായിട്ട് രണ്ട് കട്ട് ചെയ്ത് അങ്ങനെ കഞ്ഞി വെച്ചിരുന്നത്. അരി കട്ട് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ നമുക്ക് വല്ല പണിക്കും പോകത്തില്ലായിരുന്നോടാ. 5 പൈസ കിട്ടിയതിലോ. അങ്ങനെയല്ലേ ബർത്ത്ഡേ ഈ പായസം പിന്നെ എങ്ങനെയാ ഒപ്പിച്ചത്? ഇവിടെ കഞ്ഞി വെച്ചില്ലേ? നിന്റെ ബർത്ത്ഡേ ആയിട്ട് ഇവിടെ കഞ്ഞി വെച്ച് ചോറ് തിന്നുവാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ചോറ് വെച്ചിട്ട് ഇല വെട്ടി ഞങ്ങൾക്ക് തരണ്ടേ തിന്നാനെ കൊണ്ട്? ഇല വെട്ടി തരാൻ വേണ്ടി നിങ്ങൾ ആടൊന്നും അല്ലല്ലോ. അതല്ലെന്ന് ഇല വെട്ടി ആദ്യം സദ്യ ഇരിക്കും. നീ ഇല്ല ഞങ്ങൾക്ക് തരണ്ടേന്ന്. അല്ല അങ്ങനെ സദ്യ തരാനൊന്നും ഇല്ല. ഇവിടെ വേറെ ഒന്നും ഇല്ലേ? ഇവിടെ ഒന്നും ഇല്ല. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും വെച്ചില്ല. ഒന്നും വെച്ചില്ല. ഇല്ലടി ഇവിടെ ഒന്നും വെച്ചില്ല. ചിക്കനെ എന്ത്? എനിക്ക് ചിക്കൻ കറി നല്ലേന്നാണ് പുള്ളി പറഞ്ഞ ആക്ഷൻ. അതല്ലേ ഈ ചിക്കൻ എന്തെങ്കിലും കൊടുക്കണ്ടെന്നുള്ള ഇതാ പറഞ്ഞ. ഒരു കാര്യം ചെയ്യും. നിങ്ങൾ രണ്ടുപേരോട് ആ കാര്യം പറ. എനിക്ക് അടുക്കളയിലെ ചെറിയൊരു ജോലി ഉണ്ട്. അവള് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇവളെ പുഴയിലൊക്കെ തുണി കഴുകാനും കുളിക്കാനും പോകുമ്പോഴേ നീ കൂടെ പോകുമോ? ഞാൻ തന്നെ പോകണം. അണ്ണാ അപ്പുണ്ണി അങ്ങ് പോയോ? അല്ല ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ സാധാരണ എന്റെ പുറകിന് ചാടിത്തുള്ളി വരുന്നതാണല്ലേ. ചെന്നില്ലെങ്കിൽ പഴക്കം ചെറുക്കൻ പാവോ ചെറുക്കന്. ബർത്ത്ഡേ ആയിട്ട് നല്ല രസമുണ്ടല്ലോ ഒന്നുമില്ല അങ്ങനെ. ആദ്യമായിട്ടൊന്നും ഫസ്റ്റ് ടൈം വരുന്ന പോലെ. ഞാൻ അണ്ണനോട് പറഞ്ഞു കൊടുക്കുവേ. പിന്നെ അണ്ണനെ അറിഞ്ഞുകൂടാത്ത പോലെ. അണ്ണോ എന്താടി ഈ ചെറുക്കൻ എന്തോ ഇവിടെ കാണിക്കുന്നത് നോക്കിക്കേ. കാണിക്കുന്നു. ഈ ചെറുക്കനെ ഒരു ശീലമുണ്ട്. പഞ്ചസാരയും കാപ്പിപ്പൊടിയും കയ്യെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ നക്കും. അതിന്റെ പുറകെ ചൂടുവെള്ളം കുടിക്കും. അതാണ് അവന്റെ ഫിൽട്ടർ കോപ്പി. അവൻ കുടിക്കുമെന്ന് കുടിക്കട്ടെ. അത് നീന്തൽ ചെയ്യാൻ ചെറുക്കനെ വഴക്ക് പറയാം. അണ്ണ ഇങ്ങോട്ട് നോക്കിയാണെ ഈ ചെറുക്കൻ എന്തോ കാണിക്കുന്നെന്ന്. കണ്ടോ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ഇല്ല ഇത് ഞാൻ എന്തായാലും നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ഞാൻ വഴക്ക് പറയും. ബർത്ത്ഡേ ടീച്ചർക്ക് എന്തോ കാണിച്ചെന്നറിയാവോ? പായസം തരാതെ ഒറ്റയ്ക്ക് കുടിച്ചെണ്ണ. പായസം മൊത്തം ഒറ്റയ്ക്ക് കുടിച്ചോ? ഞാൻ അങ്ങനെ ചെയ്യാം. പായസം മൊത്തം ഒറ്റയ്ക്ക് കുടിക്കണം. ഞങ്ങൾക്ക് തരണ പായസം. ഞാൻ ഇതെടുത്തോട്ടെ. അതെടുക്കണ്ട. അങ്ങനെ വേണം. അത് വേണം. പാവൊന്നുമില്ല. അറിയാതെ പറഞ്ഞല്ലേ നാക്ക് ഇംഗ്ലീഷിനകത്തോട്ട് കയറി പോകുന്നുണ്ടല്ലോ. കൊതി കാരണം എന്തോ ഇത് ഞാൻ അവന്റെ അമ്മയോട് പറയും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പാവം പിടിച്ച് ചേർക്കണം. നിനക്ക് അവനെ പറ്റി അറിയാൻ വേണ്ടാ. എടി അവരച്ഛൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടാ ചെറുക്കനെ വളർത്തിയെന്നറിയാവോ? പിന്നെ പണക്കാരൊക്കെ വീട്ടിൽ പോയി പാത്രം കഴുകുക, അവർക്ക് പാചകം ചെയ്ത് കൊടുക്കുക, അങ്ങനൊക്കെ ചെയ്തിട്ട് വരുന്ന വഴിക്ക് എന്നെ കാണും. ഞാൻ വഴക്ക് പറയും അവരെ. പാത്രമൊക്കെ പണക്കാരുടെ വീട്ടിൽ കഴുകാൻ പോകുന്നതിനാ? അന്നല്ല എന്നും അവിടുന്ന് മോരുകറി മാത്രം എനിക്ക് കൊണ്ടുതരും. ഞാൻ പറയാം പണക്കാരുടെ വീട്ടിൽ പോകുന്നില്ല, വലിയ ചിക്കനൊക്കെ കൊണ്ടു തരണം എനിക്ക്. എന്തൊരു മനുഷ്യ. ഞാൻ വിചാരിച്ചില്ല ഞാൻ കൊണ്ട് പറയുമായിരിക്കും. പറയാതെ അവരമ്മ കുഞ്ഞിലേ തൊട്ട് എനിക്ക് അറിയാവുന്ന. പിന്നെ അവരച്ഛനെ എന്റെ അച്ഛൻ പണിക്ക് പോകുന്ന സ്ഥലത്തല്ല അവരച്ഛൻ എന്റെ അച്ഛൻ കൊണ്ടുപോകായിരുന്നു. പണിക്ക് കൂട്ടി പിടിച്ചോണ്ട് വന്നോ? ഇല്ല, പണി കഴിഞ്ഞ് ഞങ്ങളുടെ അച്ഛൻ വെള്ളം അടിച്ച് വഴി കിടക്കുമ്പോ എടുത്തോണ്ട് വരാൻ വേണ്ടി. അല്ല അച്ഛൻ കുടിക്കുമായിരുന്നോ? എന്റെ അച്ഛൻ കുടിക്കുമായിരുന്നോ?
ഒരു ദിവസം കുടിച്ചിട്ട് വന്ന് കിടന്നുറങ്ങി. നേരം വെളുത്ത് ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങളുടെ അച്ഛൻ്റെ ഇവിടെ ഒരു വര. അതെന്തുവാ? ഈ വെള്ളപ്പൊക്കം കയറിയിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഒരു വര കാണത്തില്ലയോ, അതുപോലെ ഇത്രയും നീർന്ന് വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങിയതാ. സന്ധ്യയായപ്പോ പിന്നെ നോക്കിയപ്പോ വീണ്ടും ഇവിടെ കിടക്കുന്ന ലെവലിൽ, ഈ കണ്ണ് ലെവലിൽ വെള്ളം കുടിക്കുന്ന ആളാണ് എന്റെ അച്ഛനെ. അത് പറ, കൊള്ളാം. പിന്നെ അതെങ്ങനെ നിർത്തിയത്? എനിക്കെന്ന് പറഞ്ഞാൽ അച്ഛനെ കൂടി ഞങ്ങള് മറ്റേ അവിടെ കൊണ്ടുവന്ന് നിർത്തിയെന്ന്. എനിക്ക് കുളി നിർത്തുന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തിയെന്ന്. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഞങ്ങളുടെ അച്ഛന്റെ കൂടി നിർത്തി. എന്റെ അച്ഛനെ കൂടി നിർത്തി നീ നല്ല കരയുന്നത്. അതല്ല, ഇനി ചെയിൻ കാണുന്നില്ല. നമുക്ക് എറണാകുളത്ത് പോവാം. അതെന്തുവാ? ചെയിൻ കാണാൻ. ട്രെയിൻ കാണുന്ന കാര്യമല്ല പറഞ്ഞ. എന്റെ ചെയിൻ കാണാനില്ലെന്ന്. ഇന്നലെ മേടിച്ച് കൊതി തീരാതെ എന്റെ ചെയിൻ കാണുന്നില്ലെന്ന്. ചെയിൻ കാണുന്നില്ല. പോയടത്ത് പോയി നോക്കണി. പോയടത്ത് പോയി നോക്കിയാ പിന്നെ അവിടെ നിന്ന് എടുത്താ പോരാ. നീ പോയടത്തൊക്കെ ചെന്ന് നോക്കാനൊക്കെ ഉണ്ട്. ഞാൻ എവിടെ പോയി? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ എങ്ങോട്ടോ എവിടൊക്കെ പോയി? നീ എവിടൊക്കെയോ പോയി. കണ്ടാ ഇന്ന് വരെ ഇല്ലാത്ത അസുഖം തുടങ്ങി. നിങ്ങൾക്ക് എന്നെ സംശയമില്ല. ഞാൻ എവിടെ പോവാനാ? ഞാൻ എവിടെയെങ്കിലും പോകുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? നീ ആർക്കെങ്കിലും അഴിച്ചു കൊടുത്താന്നോ? അത് ഞാൻ ആർക്ക് അഴിച്ചു കൊടുക്കാനാ? ആ പുണ്യ അല്ലാതെ ഇവിടോട്ട് വേറെ ആരെങ്കിലും വന്നായിരുന്നോ? എന്തുവാ? എന്താ ആ ചെറുക്കന് ഞാൻ പറഞ്ഞേ അങ്ങനെ ഒരു സ്വഭാവമല്ല. ആര് പറഞ്ഞു? അപ്പുണ്ണിയുടെ ഉള്ളിൽ ചെറിയൊരു കൊച്ചുണ്ണി കിടപ്പുണ്ടടി. ഇല്ലെന്നോ? എടി എന്റെ ഇവനെന്താ പോയപ്പോ ചോദിച്ചിട്ട് പറഞ്ഞ് ഈ ഫ്ലവേഴ്സ് അവന് വേണമെന്നില്ലേ പറഞ്ഞത്? ഓ ഫ്ലവർ പൈസ. ഇതിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഞാൻ മോണ കിട്ടിയാ കുത്തു. ഞാൻ കൊടുത്തില്ല, അവൻ അടിച്ചോട്ട് പോകുന്നു പറഞ്ഞില്ലയോ? അയ്യോ അത് ചുമ്മാ അവൻ പറഞ്ഞ മനസ്സിൽ വെക്കാതെ പറഞ്ഞതാ. അറിയാൻ മേത്താ പാവം നടത്തി നിന്നിട്ട് നമ്മളെ മുടിപ്പിക്കാനുള്ള പരിപാടിക്ക് അവൻ ഇറങ്ങി തിരിച്ചതാ. അതെന്തോ അങ്ങനെ അവൻ തന്നെ എടുത്തോണ്ട് പോയി. അവനെ വിളിക്കണം. അവൻ ഇതുവരെ വീട്ടിൽ ചെല്ലാറായിട്ടില്ല. അവനെ വിളിച്ച് ഞാൻ ചോദിക്കാം. അപ്പുണ്ണിയേ അതോ അവന് ശബ്ദം ഇടറിയേ കണ്ടോ? അവന് മനസ്സിലായി നമ്മളത് പൊക്കോന്നുള്ള കാര്യം. അപ്പുണ്ണിയേ ഞാൻ വിളിച്ചപ്പോ എന്താ വരാൻ താമസിച്ചേ? ഞാൻ അവിടെ സംസാരിച്ചോണ്ടൊക്കെ നിൽക്കില്ലായിരുന്നു. നമ്മുടെ നിങ്ങളുടെ അമ്മ അവിടെ ഇല്ലായിരുന്നു? ഇല്ല അമ്മയൊക്കെ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ടൗൺ വരെ പോയേക്ക്. അരി പൊടിച്ച് കഞ്ഞി വെച്ചെന്ന് പറഞ്ഞില്ലയോ? സാധനം വാങ്ങിക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി പണം സംഭവം എന്താ രണ്ടുപേരും കൂടെ? സംഭവം എന്ന് പറഞ്ഞാലേ നമ്മൾ സാധാരണ സ്വർണം എവിടാ പണയം വെക്കുന്നേ? പൂപ്പണ. നീ പറ. പൂപ്പണ ബാങ്കിലെന്ന് കൊണ്ട് വെച്ചു. അവിടെ കൊണ്ട് വെച്ചു പൊടിപ്പിച്ചു. എന്താണ് രണ്ടുപേരും കൂടെ? നീ നേരത്തെ മൊബൈൽ അല്ലയോ? മൊബൈല് ചാർജ് ഉണ്ടോ? നീയേ കൊച്ചുണ്ണിന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, കൊച്ചിനെ കണ്ടിട്ടുണ്ടല്ലോ. എന്ത് കൊച്ചുണ്ണി? ഏത് കൊച്ചുണ്ണി? കായംകുളം കൊച്ചുണ്ണി സീരിയല് കണ്ടിട്ടോ? പിന്നെ ഭയങ്കര രസമല്ലേ? അയ്യോ അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമാണ്. മോഷണമല്ലേ അതിലൊക്കെ? പിന്നെ അതിലല്ലേ ഓമനക്കുട്ടനൊക്കെ അഭിനയിച്ചേ? ഓമനക്കുട്ടനെ? മണിക്കുട്ടൻ അറിയാം, കണ്ടായിരുന്നു. അത് കഥയൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ കായംകുളം കൊച്ചുണ്ണി പാവങ്ങളെ ഒന്നും മോഷ്ടിക്കത്തില്ലായിരുന്നു. ഇല്ല മോഷ്ടിക്കത്തില്ലായിരുന്നു. പിന്നെ അദ്ദേഹം ഇങ്ങനെ മോട്ടിച്ച് കൊണ്ടുവന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് പാവങ്ങൾക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. നീ അന്നങ്ങനെ ചെയ്യുമോ? ഞാൻ മോഷ്ടിച്ച അങ്ങനെ പാവങ്ങൾ കൊണ്ടു കൊടുക്കുന്ന എന്തിന്? നമ്മളെ കഷ്ടപ്പെട്ടല്ലേ മോഷ്ടിക്കുന്നത്. അത് പിന്നെ പാവങ്ങൾ കൊടുക്കാനാണ്. എന്നാ പിന്നെ മോഷ്ടിക്കാതിരുന്നാ പോരെ. അങ്ങനെ ഞാൻ ചെയ്യില്ല. കിട്ടും. അതൊക്കെ കൊച്ചുണ്ണിയുടെ നല്ല മനസ്സ്. അതാ കൊച്ചിനെ കണ്ട പരിപാടികൾ. നിങ്ങളെ ഈ ടോണൊന്ന് മാറ്റിയിട്ട് ചോദിച്ചേ. എനിക്ക് തീരെ പിടിക്കുന്നില്ല. എനിക്ക് കേട്ടോ ഞാനും നീ കൂടെ ചോറുണ്ണാനിരിക്കുക. ചോറുണ്ണാനിരിക്കുമ്പോ എന്റെ പാത്രത്തിൽ 2 മീൻ വറുത്തതും നിന്റെ പാത്രത്തിൽ 2 മീൻ വറുത്തതും ഇരിക്കുന്നു. നീ അറിയാതെ 1 മീൻ വറുത്തത് ഞാൻ എടുക്കും. അപ്പൊ നീ എന്താ ചെയ്യും? അത് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പാത്രത്തിലിരിക്കുന്ന 2 മീൻ എന്റെ പാത്രത്തിൽ ഇരിക്കും. അത് അങ്ങനെ അല്ല. എന്റെ പാത്രത്തിൽ കേടേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ മോഷണത്തിന്റെ കോഴ്സ് പഠിച്ചോനെ അറിയാം സംഭവമല്ല. നീ കഴിഞ്ഞ നിന്റെ മൊബൈൽ എടുത്ത് അവന്റെ കൊടുക്ക്. അവൻ ഗെയിം കളിച്ച് ഇങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്ത് ഇവന്റെ ശരീരത്തിൽ നിന്ന് തപ്പി പിടിക്കാൻ അത് പോക്കാം. എന്തോ അയ്യോ വേറെ ഗെയിമും കൂടെ ഉണ്ട്. നിനക്ക് പൈസ കളയാനൊക്കെ ഉള്ള ഒത്തിരി ഗെയിം അതിനകത്തുണ്ട്. നീ കളിക്കും. മതി മറന്ന് കളിക്കും. അവിടെ കിടന്ന് മതി മറന്ന് കളിക്കട്ടെ. എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ രണ്ടുപേർക്കും. ഇല്ലെങ്കിൽ മൊബൈൽ എടുത്ത അപ്പോഴാ ദേഷ്യവും ബഹളവും. അവിടെ ഉണ്ടോ നോക്കാം. ഏതാടാ ഗെയിം? ഇത് വെടിവെപ്പ് ഭയങ്കര രസമാണ്. ഇത് കള്ളനായിട്ട് ഓട്ടിക്കുന്നുണ്ട്. ഞാൻ കള്ളന്റെ ഭാഗത്താ. പിന്നെ നീ ലയിക്ക്. അതിനകത്ത് ലയിക്ക്.
ലയിക്കാൻ എന്തോ ഞാൻ ഇത് എന്നും കളിക്കുന്നതല്ലേ ഗെയിം ലയിച്ച് കളിക്കണം. ജയിച്ചു തന്നെ കളിക്കുന്ന പിന്നെ പ്രത്യേകിച്ച് അല്ലേ എന്ന് തോന്നുന്നു നമ്മളെല്ലാം കൂടി പോണം. ചേച്ചി ചേച്ചി അവളോട് അറിഞ്ഞോണ്ടായി സംഭവം. അയ്യേ ഇങ്ങനത്തെ കുടുംബക്കാരുണ്ടോ നമ്മുടെ നാട്ടിൽ? എന്താ ചേച്ചി എന്ത് സംഭവം എന്താ? കാര്യം എന്താന്ന് പറ. എന്റെ അനിയനെ പോലെ നീ എന്റെ അനിയനെ പോലെ കാര്യം പറ. എന്താണ് കാര്യം? എന്താന്ന് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യേ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. എന്താ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? എന്തോ സംഭവം ഉണ്ട്. എന്ത് സംഭവം? എന്താ കാര്യം? എന്താ പറ പറ പറ. എന്താ കാര്യം? ചെയിൻ ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? എന്താ ചെയ്യും? എന്ത് ചെയ്യും? ചെയിനെ ചേച്ചിയുടെ ചെയിനെ എന്നെങ്ങനെ പാടി പിടിച്ചേക്കണം? എന്നെ പാടി പിടിച്ചേക്കുന്ന കാര്യം എന്തോ? സമ്മതിച്ചോ? കാര്യം സമ്മതിക്കടാ. കഷ്ടം ഞങ്ങളുടെ വിഷമം നീ ഒന്ന് മനസ്സിലാക്കി. ഒന്ന് സമ്മതിക്കടാ. നീ ഒന്ന് സമ്മതിക്കടാ. കഷ്ടം ഉണ്ടടാ. ഒന്ന് മനസ്സിലാക്കി. ഇവിടെ ചെയിൻ അടിച്ച് പറ്റിക്കൊണ്ട് പോയില്ലോടാ. ചെയിൻ അടിച്ച് പറ്റി നീ ഇവിടെ അങ്ങോട്ട് കയറി ഞാൻ ഒരു ചെയിനും എടുത്തില്ല. നീ കള്ളം പറയരുത് അണ്ണാ. അങ്ങനെ ചോദിച്ചപ്പം ഞാൻ എടുത്തില്ല. സത്യം പിന്നെ അണ്ണാങ്കോട്ട് കുത്തിക്കയറ്റ അയ്യോ എന്റെ ചെയിൻ. എന്റെ ചെയിൻ എന്ത് സംഭവം? ചെയിൻ കിട്ടി. ഇങ്ങ് തന്നേരെ. ഇങ്ങ് തന്നേരെ. എന്ത് സംഭവം? ശ്രദ്ധിക്കാത്ത നിനക്ക് ഇനി ഈ ചെയിൻ വേണ്ട. ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ ഇല്ലയോ? ഞാൻ നിനക്ക് ഇരിക്കട്ടെ ഈ ചെയിൻ. എനിക്ക് ചെയ്യില്ല. എന്റെ ചെയിൻ കാണാതെ പോയ ചെയിനെ ഈ തോർത്തിനകത്തുനിന്ന് കിട്ടിയടാ. ആണല്ലേ? ഈ തോർത്ത് എവിടെ നിന്ന് മേടിച്ച ചേച്ചി? അണ്ണാച്ചിയുടെ കയ്യിന്ന്. എന്നാ ഈ തോർത്ത് തന്ന അണ്ണാച്ചിക്കും ഈ തോർത്തിനും എന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അതെന്തോത്തിനാ? ഇല്ലെങ്കിൽ എന്റെ ഈ ബർത്ത്ഡേ ഡെത്ത് ഡേ ആയന ഈ സമ്മാനം കിട്ടൂല. വെറുതെ സംശയിച്ചില്ലേടി.